ഇന്ത്യൻ സിനിമ, ശാസ്ത്ര സാങ്കേതികം, കായികം, ആനുകാലികം, സാഹിത്യം. ഇന്ത്യൻ സിനിമ. ഇന്ത്യൻ സിനിമ സ്വാഭാവികം അല്ലേ? ശരി. ചേതൻ ഭഗത്തിന്റെ 5 Points Someone എന്ന പുസ്തകം ആധാരമാക്കി പുറത്തിറങ്ങിയ ഏത് ബോളിവുഡ് സിനിമയാണ് തമിഴിൽ നൻപൻ എന്ന പേരിൽ റീമേക്ക് ചെയ്തത്? അതൊരു ഭയങ്കര ക്ലൂ ആണ്. സൂപ്പർ എന്നാണല്ലേ കാണിച്ചത്? സൂപ്പർ എന്നാണല്ലേ കാണിച്ചത്? ഒരു 3 എന്ന് പറഞ്ഞ നമ്പർ ആണോ കാണിച്ചത്? 3 Idiots. ഉത്തരം ഉറപ്പിക്കാവോ? നൻപൻ 3 Idiotsന്റെ റീമേക്ക് ആണ് നമുക്കറിയാം. അറിയാം. 5 Points Someone ഇതാണെന്നുള്ളത് അറിയില്ല. പക്ഷെ പുള്ളിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള വേറൊരു പുസ്തകം ഉണ്ടായിരുന്നു, 3 Mistakes of My Life. അതാണോ 3 Idiots ആയത്? അല്ല അല്ല, കുഴപ്പിക്കുന്നതല്ല. Absolutely right, 3 Idiots. ശരി, ഗെയിം കണ്ടിട്ട് ആരാണ് പോകുന്നത് തീരുമാനിക്കാം. മീനാക്ഷി, ഇത് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. നമ്മൾ സാധാരണ ഗേൾസ് അല്ലേ വളയിടാം, പക്ഷെ ഇവിടെ നമ്മൾ ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ വളയിടിക്കണം. അതാണ്. അപ്പൊ 3 റെഡ് ആൻഡ് ഈ സൈഡിൽ 3 യെല്ലോ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ടാസ്ക് കംപ്ലീറ്റഡ് ആവുന്നതായിരിക്കും. ഈ സ്റ്റിക്ക് ഉപയോഗിച്ച് വേണം വളയിടാനായിട്ട്. ആരാ പോകുന്നേ? ഞാൻ പോവാ. വളയിടലായതുകൊണ്ട് എനിക്ക് ലിജോ പോകുന്നതായിരിക്കും. വളയിടലായതുകൊണ്ട് അല്ലേ? ലിജോ, ഓൾ ദി ബെസ്റ്റ്. ഓടൂ വാരൂ. ഇത് അടഞ്ഞിരിക്കുക. അത് തുറക്കും, ഇടിച്ചു വീഴൂല, പേടിക്കണ്ട. ഓടൂ വാരൂ നേടൂ ഗോ. യെസ്, വെരി ഗുഡ്. 1 സെറ്റ്. 2 സത്യം പറ, ഒഴിവ് സമയത്ത് ഇതാണോ പരിപാടി? അല്ല, ഇത് അവിടെ സിമ്പിൾ ആയിട്ട് കളിച്ചു മാത്രവും. ആദ്യത്തെ 2 ഇട്ട് കഴിഞ്ഞപ്പോഴേ പിന്നെ ഓവർ കോൺഫിഡൻസ്. 2 ഒരുമിച്ചൊക്കെ അടിപൊളിയായിട്ട് കളിച്ചു. അടിപൊളിയായിട്ട് നല്ലൊരു കൈ കൊടുക്കാം. ഞാൻ പോയിരുന്നെങ്കിൽ തുഴഞ്ഞാനെ ഉറപ്പായിരുന്നു. മറ്റേതാണ് വളയിക്കലെ കൊണ്ടുപോയാലേ കുറച്ചു നേരം അല്ലേ? പക്ഷേ കളി നന്നായി. ഇനി ഭാഗ്യമാണ്. ദൈവമേ. വച്ച് താമസിപ്പിക്കാതെ പെട്ടി പൊട്ടിക്കാം അല്ലേ? ഇങ്ങനെ ഒരു സാധനം വന്നു കഴിയുമ്പോ എന്താവും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ എന്താവും എന്നുള്ളതാണ് അടുത്ത സിറ്റുവേഷൻ. കാരണം കിട്ടുന്നത് ഒരു വാഷിംഗ് മെഷീനാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇതാര് കൊണ്ടുപോകുന്ന ആലോചിച്ചാണ് ഞാൻ ടെൻഷൻ. ലിജോ നോക്കിട്ടെ, വിനയ് ചേട്ടന്റെ നല്ല മനസ്സിൽ എനിക്ക് തന്നു. ലിജോ കഴിഞ്ഞു. ഇത് പറയാം, വിനയുടെ അടുത്തല്ലോ എടുത്തോ, പണം ഇറ്റായാ മതി. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.